നമ്മൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ട്ടോ ഇവരെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇവരും കുറേ സാധനങ്ങൾ തന്ന് കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ട് ട്ടോ. ഇവരുടെ റിലേറ്റീവിൻ്റെ ആരുടെയോ ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ അത് ആഘോഷിക്കാൻ പോണേന്നാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ തന്ന് അവർ പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഒരു പുള്ളീനെ കണ്ടുമുട്ടി. പുള്ളീൻ്റെ ഒരു നായക്കുട്ടിയൊക്കെ ഉണ്ട് ട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. അതുപോലെ ഈ കാണുന്നതാണ് പുള്ളീൻ്റെ വണ്ടി. ഇത് 4x4x4 വണ്ടിയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് ആയിട്ടുള്ള റൂട്ടുകളാണ് ട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വണ്ടി. പോണ വഴിയിൽ ഒരു വാട്ടർഫാൾ കിട്ടിയിട്ടാ. ഇതിൻ്റെ വെള്ളം മൊത്തം റോഡിലേക്കാണ് ഒഴുകി വരുന്നത്. അതുപോലെ തന്നെ പോണ വണ്ടികളെല്ലാം വെള്ളം തെറിപ്പിച്ചുകൊണ്ടാണ് ട്ടോ പോണത്. അപ്പോഴാണ് നമ്മൾ ഇവരെ വീണ്ടും കണ്ടുമുട്ടിയത്. ഇവർ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. അതൊക്കെ കഴിച്ച് അവരോടൊക്കെ നന്ദി പറഞ്ഞിറങ്ങി. അടുത്ത ഡിസ്ട്രിക്റ്റ് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ടാ. കേപ്പ് പാന്യൂർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോഴാണ് നമ്മൾ വീണ്ടും കുറേ ആൾക്കാരെ കണ്ടുമുട്ടിയത്. ഇവർ തവാങ്ങിലുള്ള ആൾക്കാരാണ് ട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു മാർക്കറ്റ് കിട്ടി. ഈ മാർക്കറ്റിൽ എല്ലാ പച്ചക്കറിയും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പൈനാപ്പിളൊക്കെ ഉണ്ട്. പൈനാപ്പിളിന് ഏകദേശം 100 രൂപ വിലയുള്ളൂ കേട്ടോ. ഈ കാണുന്നതൊക്കെ മീൻ ഉണക്കിയതാണ്. ഇതിന് ഏകദേശം 400 രൂപക്ക് മേലാണ് കേട്ടോ. കുറേ നേരം വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടപ്പോൾ ദീദിക്ക് മടുപ്പായി തോന്നുന്നു. അത് കാരണം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ. ഓണയിലാണ് ഈ ഒരു പുള്ളീനെ പരിചയപ്പെട്ടേട്ടാ. അത് നമ്മളൊരു കട കിട്ടി. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേട്ടാ. നല്ല വിശന്ന് വലഞ്ഞാണ് ഇരുന്നത്. അപ്പോഴത്തേക്കും ഫുഡിന് നല്ല വില പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് വെച്ച് അവസാനം അവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടാ പാവങ്ങൾ. അങ്ങനെ അവരോടൊക്കെ നന്ദി പറഞ്ഞ് ഇറങ്ങിയേട്ടാ. അപ്പോഴാണ് ഇവരെ കണ്ടുകൂട്ടിയത്. ഇവരും കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടാ. നമ്മൾ പോണ റോഡിലൊക്കെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കണ്ടുകൂട്ടുണ്ട് കേട്ടോ. ഈ ഒരു പയ്യൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. ഇവർ നിഷി എന്ന് പറഞ്ഞ ട്രൈബാണ് ട്ടോ. അപ്പോൾ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് മിഥുൻ്റെ കൊമ്പാണ് ട്ടോ. ഇത് ഇവരൊരു ആലങ്കാരികമായി തൂക്കി വെച്ചേക്കണെന്നാണ് പറഞ്ഞത്. അതുപോലെ തലയോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് ചുട്ടാണ്ട. അപ്പോൾ അവിടെ ദീദി നിന്ന് കിഴങ്ങ് ചുട്ടാണ്ട് ഇവൻ്റെ അമ്മയുണ്ടാ. അങ്ങനെ ഞാനും കഴിച്ചേട്ടാ. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കൊണ്ടുവന്നു. ചോറുണ്ട്, ഇറച്ചിക്കറി ഉണ്ട്, അതുപോലെ തന്നെ പരിപ്പ് കറി ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിച്ച്